ഹലോ. ഇന്നലെ ഞാനൊരു കനേഡിയൻ സിറ്റിസനെ പറ്റി സംസാരിച്ചില്ലേ. അപ്പോൾ ഒരു കുട്ടി അതിൻ്റെ അടിയിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സൗദി അറേബ്യയിൽ തലാഖ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇമെയിലിൽ അയക്കാൻ പറ്റുക എന്നുള്ളത്. കറക്റ്റായിട്ട് കേട്ടോളൂ കേട്ടോ. തലാഖ് എന്ന് പറയുന്നത് ഡൈവോഴ്സിൻ്റെ അറബ് വേർഡാണ് അവിടെ. അല്ലാതെ നമ്മളിവിടെ മുസ്ലിംസ് പറയുന്ന തലാഖ് തലാഖ് തലാഖില്ലേ, അതല്ല കേട്ടോ. തലാഖ് എന്നാണ് അവർ എഴുതുക, ബിക്കോസ് എല്ലാം അറബിക്കിലാണ് വരിക. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നതിന് പകരം തലാഖ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അത് മുസ്ലിംസിനായാലും ഹിന്ദുസിനായാലും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ പോയിട്ട് ആ ജീവിക്കുന്ന സ്ഥലത്തുള്ള കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സിറ്റിസൺസ് അല്ല, അവിടെയാണല്ലോ താമസിക്കുന്നത്, റെസിഡൻസ് അല്ലേ. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് വന്ന് ഇവിടെ കേസ് നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് അയാൾ കേസ് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടുത്തെ കോടതിയിലാണെങ്കിലും നമ്മൾ തന്നെ പോയി കേസ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ വിവാഹം കഴിച്ചത് എറണാകുളത്താണെങ്കിലും നമ്മളുടെ കേസ് കൊടുക്കേണ്ട സ്ഥലം വന്ന് നമ്മൾ താമസിച്ച സ്ഥലമാണെങ്കിലും എടുക്കാം. അതായത് ലാസ്റ്റ് റിസൈഡഡ് ടുഗദർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ അവർ കോഴിക്കോടിലാണ് ഹസ്ബൻഡും വൈഫും താമസിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കോഴിക്കോട് കോടതിയിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വൈഫ് തിരുവനന്തപുരത്ത് പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. ഹസ്ബൻഡിനും വൈഫിനും കൂടെ ഒരു വീടുണ്ട് കോഴിക്കോട്. അപ്പോൾ അവർ ഹസ്ബൻഡ് എന്താ ചെയ്യണത്, ഈ കുട്ടി അറിയാതെ, അതായത് വൈഫ് അറിയാതെ കോഴിക്കോടുള്ള ഫാമിലി കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്ത് എക്സ് പാർട്ടി ഓർഡർ മേടിക്കും. വൈഫ് അവിടെ അറിഞ്ഞിട്ടുണ്ടാവില്ല, വൈഫിന് ഇവിടെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക നോട്ടീസൊക്കെ. അത് ചിലപ്പോൾ ഒരു കള്ളപ്പൊക്കെ ഇട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ എങ്ങനെ അറിയും? പിന്നെ അതിന് 3-4 പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്ന്, കോടതിയിൽ നിന്ന് നോട്ടീസും കൊണ്ടുവരും. 4 പിന്നെ ഒന്ന് പേപ്പറിൽ പരസ്യം കൊടുക്കും. ഇതൊന്നും അറിയണുണ്ടാവില്ല. ചിലപ്പം ഒരു ക്ലൻഡസ്റ്റൈൻ ഇടപാടാകുമ്പോൾ ഇത് തുറന്ന് പറയണം എന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് സൗദി അറേബ്യയിൽ താമസിച്ചുകൊണ്ടിരുന്ന അയാൾ അവിടുത്തെ കോടതിയെ അപ്രോച്ച് ചെയ്ത് ഡിവോഴ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ ഇവർ വന്ന് ഹാജരാകാൻ പറഞ്ഞ് ഇവർക്ക് SMS ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുയുഗത്തിൽ SMS വഴിയാണ്, ബിക്കോസ് കൊറോണ വന്നതിന് ശേഷം SMS വഴിയൊക്കെ നോട്ടീസ് സെർവ് ചെയ്യാൻ പറ്റും അവിടെ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി വിവരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഓൺലൈനിൽ കൂടെ അവരൊന്ന് കോടതി കൂടുന്ന സമയത്ത് അവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവർക്ക് ഇതൊന്നും ഒരു ക്ലൂ ഇല്ലാണ്ടായിപ്പോയി. ആരെയും അവർ മനസ്സിലായില്ല അവർക്ക് ഇതെന്തെന്ന്, ഈ SMS എന്നൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ SMS-ൻ്റെ പ്രൂഫും എല്ലാം എടുത്ത് ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കി. പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇത് കോൺടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ വന്നിട്ട് എക്സ് പാർട്ടി ഡിവോഴ്സാണ് കിട്ടിയിരിക്കുന്നത്. എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തലാഖ് എന്നാണ് അവർ എഴുതുക. തലാഖ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവോഴ്സിൻ്റെ അറബിക് വേർഡാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻ്റ് അടിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇത്രയും പറഞ്ഞത്. സോ അത് ലീഗലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിൽ ലീഗലായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലോ പ്രകാരമല്ല അവർ തലാഖ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇത് ഇപ്പോഴത്തെ ലോകമേ തറവാട് എന്നൊക്കെ പറയുന്ന ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സൊക്കെ എല്ലാവർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതികളായിട്ടുണ്ട്. സോ ബി കെയർഫുൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്ത് നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുപോലുള്ളൊരു നോട്ടീസോ SMS-ഓ ഒക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം അറിയാവുന്ന ആളുകളോട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതാണ്. സംസാരിച്ചിട്ട് മറ്റുള്ള ആളുകളെ എന്താ പറയുക, കണ്ടുപിടിക്കേണ്ടതാണ്. അതാത് ഏരിയയിലുള്ള ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതിലൊക്കെ കയറി നോക്കുക. 10 ക്ലാസ് പഠിച്ചവരൊക്കെ ആയിരിക്കില്ലേ, അപ്പോൾ അതിൽ നിന്നും ലോയേഴ്സിനെ കിട്ടും. ഇല്ലെങ്കിൽ പഠിച്ച ലോയേഴ്സ് ഇവിടെയുള്ളവരോട് പോയിട്ട് എങ്ങനെയെങ്കിലും അവിടെ സൗദിയിലോ അവിടെയൊക്കെ ഉള്ള ലോയർമാരെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനൊക്കെ ഫീസ് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഈ അബലകളായ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഹസ്ബൻഡ് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുവരാൻ പറ്റാതെ അവർ വിഷമിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളും പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ലൈനും ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ മുസ്ലിംസ് മാത്രമാണ് തലാഖ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അത് ഇവിടെ നമ്മൾ കേൾക്കുന്ന നിയമം കൊണ്ടാണ്. തലാഖ് ഇസ് എ അറബിക് വേർഡ്. സോ അത് മനസ്സിലാക്കിക്കോളൂ. അപ്പം ഇനി വേറെ എന്തായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന ഒരു
ഇതുണ്ടല്ലോ. ഇപ്പോൾ ആരും പുവർ പീപ്പിൾ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പോൾ ഇനിയുള്ളത് മിഡിൽ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ആളുകൾ പെടുന്ന ചില ട്രാപ്സിനെ പറ്റി ഞാൻ പറയട്ടെ. അത് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഒരു ട്രാപ്പാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് ടേക്ക് ഹോം ഒരു വീട്ടിൽ ഒരാളെ ജോലി ചെയ്യണുള്ളൂവെങ്കിൽ എല്ലാവരുടെയും കൂടെ എന്താ പറയുക ചിലവ് അദ്ദേഹമായിരിക്കും നോക്കേണ്ടി വരിക. 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 50,000 രൂപ ബാങ്കിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള 50 കൊണ്ടായിരിക്കണം വീട്ടു ചിലവും കുട്ടികളുടെ പഠിത്തവും ഒക്കെ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇനി ഒരു കാറും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സ്കൂട്ടറിൽ പോകണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ, നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കാറ് അതായിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടത്. അല്ലാതെ ഇപ്പം ബെൻസ് കാറ് മേടിച്ചാൽ 75,000 80,000 രൂപ മാസം അടിച്ചു കഴിഞ്ഞാൽ ബെൻസ് കാറ് മേടിക്കാം. അത് മേടിച്ച് 1 ലക്ഷം ഉണ്ടല്ലോ എനിക്ക് ശമ്പളം, വീട്ടിലെ ചിലവൊക്കെ ഇങ്ങനെ അമ്മയും പെങ്ങളും അനിയത്തിയൊക്കെ അവരൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് കൊണ്ട് അവരൊക്കെ നടത്തിക്കോളും. അതുകൊണ്ട് ഞാനൊരു ബെൻസ് മേടിച്ചിടും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആനയെ കെട്ടി നശിച്ചു എന്ന് പറഞ്ഞില്ലേ മുറ്റത്ത്, അതുപോലെ ആയിപ്പോവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു നന്നായി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണിത്, എന്നാലും ഞാൻ പറയാണ്, ഇതിനോടുകൂടി ബന്ധപ്പെടുത്തി എനിക്ക് പറയണമെന്ന് തോന്നി. ഒരുപാട് വലിയ പോസ്റ്റിലിരുന്ന് റിട്ടയർ ചെയ്ത ഒരാൾ 60 വയസ്സായി കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ ആദ്യത്തെ ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു ബെൻസ് വാങ്ങിച്ചു കൊണ്ടുവന്ന വീട്ടിൽ മന്ത്ലി പിന്നെയും 65,000 കെട്ടണമായിരുന്നു. അത് ഇവർക്ക് കിട്ടുന്ന പെൻഷൻ ഉണ്ടായിരുന്നു 80,000 90,000, അതിൽ നിന്ന് അടഞ്ഞു പോണ പോലെ. മൂഢത്വം എന്നേ ഞാൻ പറയുള്ളൂ. അതേസമയം ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടിട്ട് റെൻറ്റിന് കൊടുത്തിട്ട് ആ റെൻറ്റ് കൊണ്ട് നിങ്ങളൊരു കാറ് വാങ്ങിക്കുകയോ, നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന കാറ്, ഒരു ഹോണ്ട CR-V ടൈപ്പ് എന്തെങ്കിലും വാങ്ങിച്ചാൽ പോരായിരുന്നു, സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ? അവസാനം ഇവർക്ക് അത് കെട്ടാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ തിരിച്ചു കൊണ്ടുപോയി. ആദ്യം കൊടുത്ത എമൗണ്ടും വെറുതെയായി, മാസം കെട്ടിയ എമൗണ്ടും വെറുതെ. കുറച്ച് നാൾ ഞാൻ പെൻസിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാമെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് പറയുന്നത്. നമ്മളുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ആദ്യം ഞാൻ പറഞ്ഞത് അജ്ഞത നല്ലതല്ല. ഈവൻ അറിവില്ല എന്താ പറയുക, എല്ലാവർക്കും നിയമം അറിയണം എന്നില്ല, പക്ഷെ ഒരു പൗരന് അറിയേണ്ട സാമാന്യ ബോധമുണ്ട്. എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഇതെന്താണെന്ന് ഞാൻ അന്വേഷിക്കണം. എല്ലാം സ്പാമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതൊരു കുഞ്ഞു മെസ്സേജും എൻ്റെ കുറച്ച് ബ്ലൗസുകളുടെ ക്ലിപ്പുണ്ട്, ഞാൻ വെയിലത്തിട്ടിരിക്കുകയാണ്, അത് ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. കുറച്ച് സാരിയുടെ ക്ലിപ്പ്. ഓക്കെ, ഇത് എൻ്റെ ബ്ലൗസ് കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കാണിക്കാനായിട്ട് ക്യാമറമാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഐ ആം ജസ്റ്റ് ടേക്കിങ് ഇറ്റ്. ഇവിടെ ഞാൻ കുറച്ച് പേരുടെ ഹെൽപ്പൊക്കെ എടുത്തിട്ട് എൻ്റെ ബ്ലൗസസൊക്കെ വെയിലത്തിടുകയാണ്. എൻ്റെ മോള് പണ്ട് ചെറുതായിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പട്ടുപാവാട മുതൽ ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവൾ സമ്മതിക്കില്ല അത് ആർക്കും കൊടുക്കാനായിട്ട്. അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് സാരീസ് എടുത്ത് ഇതുപോലെ വെയിലത്തിട്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഷോ ഇറ്റ് ലൈക്ക് ദാറ്റ്, അല്ലാതെ രക്ഷയില്ല. കാണാൻ പറ്റുമോ? വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് മനസ്സിലാവില്ല. ദിസ് ഈസ് വൺ സാരി, ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അനദർ വൺ. ഇത് കേട്ടോ, അത് ഊർന്നു പോവുകയാണ്. ഇതൊരു ഡിസൈനർ സാരിയാണ് കേട്ടോ. ഇത് മുട്ടി തുടങ്ങി. എല്ലാം ഇതിന് ഒരു കോല് കുത്തി കൊടുത്താലോ? വേണ്ട, ഇതൊരെണ്ണം ഇങ്ങനെ കാണിക്കാനേ പറ്റൂ. ശരിയത്. ഇതിന് ഇത്ര വെയിൽ കൊണ്ടാൽ മതി എന്നോണു അല്ലേ? ഇതിന് ഇത്ര വെയിൽ കൊണ്ടാൽ മതി എന്നോണ്ട്. മങ്ങിപ്പോയാലോ? എൻ്റെ കല്യാണ സാരി അത്. താഴെ മുട്ടാൻ തുടങ്ങി.
കനം കൊണ്ട് അല്ലേ? അതൊന്നും ആവശ്യമില്ല, കളയറിട്ട് നടക്കാം. വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ക്യാമറ ഇല്ലല്ലോ, വെയിലുമാണ്. ഇവിടെ ഈ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഭയങ്കര മണം ഈ കോഴികളകത്ത് കയറിയാലല്ലേ. ഇത് ഞങ്ങളുടെ പപ്പയല്ലേ, അരവിന്ദിന്റെ അച്ഛൻ, എനിക്ക് ആദ്യത്തെ ഓണത്തിന് വാങ്ങിച്ചു തന്നതാ. നല്ല സാരി അത് കണ്ട. ഭയങ്കര നന്നായിട്ട് സാരിയൊക്കെ മേടിക്കാൻ അറിയാം പപ്പയ്ക്ക്. അവിടെ അമ്മയ്ക്ക് എല്ലാ സാരിയും പപ്പയാ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ഗ്രീൻ ബ്ലൗസ് ഇട്ടിട്ടാ ഞാൻ ഉടുക്കുക. രമണി, ഇത് പപ്പ മേടിച്ചു തന്ന സാരി, അരവിന്ദിന്റെ പപ്പ ആദ്യം ഓണത്തിന്. കണ്ട ഇത് കണ്ടില്ലേ, കീറി തുടങ്ങിയത്. ഇതാ, ഇത് കൽക്കട്ട സാരിയാ, കൽക്കട്ട. ഞാൻ വാങ്ങിച്ചത് അത്. അതിന്റെ ബ്ലൗസും ഉണ്ട് ബ്ലാക്ക്. ഇതൊക്കെ കോട്ടനാ, കോട്ടനാ. ഇത് പച്ചയാ? ആ, ഇത് മഞ്ഞ. മഞ്ഞ ഇത് അത് കോട്ടൺ അല്ലേ അതൊക്കെ? അയ്യോ, ഇത് ഇത്ര മതി അവയിലുണ്ടത്, പോരാ അല്ലേ? ഇല്ല, ആയിട്ടില്ല, ചൂടായിട്ടില്ല. തിരിച്ചിടണ രമണി, അകത്ത് പുറത്തേക്ക് തിരിച്ചിടണ്ടേ അല്ലേ? അല്ലാണ്ട് എങ്ങനെയാ അതിന്റെ മണം പോണ? ഉള്ളിലുള്ളതിരിക്കില്ലേ?